അസ്സലാമലൈക്കും. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോകട്ടെ. അതായത് അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പം ഞാൻ പച്ചക്കടല ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കടല നമ്മൾ കുക്കറിലിട്ടിട്ട് അടിച്ചിട്ട് വേവിച്ചിട്ട് കഴിക്കാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് നാൾ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിൽ ഉരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ പറഞ്ഞതല്ലേ, അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഞാൻ 1/2 ലിറ്റർ പാല് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഇട്ടില്ല എന്നുള്ളൂ, ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതാ പൂവമ്പഴം ഉണ്ടല്ലോ, പൂവമ്പഴം കുഞ്ഞാണ് ഉടയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുടിച്ചല്ലാണ്ട് അടുക്കളയിൽ നിന്ന് പോവില്ല. അപ്പോൾ പഴമൊക്കെ അവൻ നന്നായിട്ട് കുത്തി ഉടച്ച് ലെവലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. മറ്റേ ഷേക്ക് അടിക്കാറുണ്ടായിരുന്നു, സാധാരണ ഷാർജ ഷേക്ക് ഉണ്ടല്ലോ അത് അടിക്കാറുണ്ട്. പക്ഷേ അവിലോണ്ട് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, കുടിച്ചിട്ടുമില്ല. അത് ആ പാലൊക്കെ ഒരുവിധം തണുപ്പുണ്ട്, അതായിരിക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോള് അത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല, അത് കുറച്ചിട്ടാ മതി. പിന്നെ നമ്മള് വേണം ബൂസ്റ്റ് ഇട്ട വെള്ള കളറാവില്ലേ, ബൂസ്റ്റിന്റെ കളറാവും. ആ ബൂസ്റ്റൊക്കെ അതിലിട്ടിട്ട് അതങ്ങോട്ട് കൊളാക്കി. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ബൂസ്റ്റ് ഇല്ല, ഇത് വെള്ള കളറിലായിരിക്കുക. മറ്റേ ഷേക്കിലാണ് നമ്മൾ ബൂസ്റ്റ് ഇടുക. ടേസ്റ്റ് ബോയ് ആരാ? മധുരം ഉണ്ടായിരുന്നോ? സൂപ്പർ. ഷേക്കിന്റെ കളറ് എന്തെന്നാ പറയാ, അവിൽ മിൽക്ക് ഷേക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വെള്ള കളറിലായിരിക്കും. അതിൽ ബൂസ്റ്റും കരിഞ്ഞ കപ്പലണ്ടി ഇട്ടിട്ട് അതങ്ങോട്ട് ആകെ കൊളായി. പക്ഷെ കുടിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടം മറ്റേ സാധാ ഷേക്കാട്ടോ ഇഷ്ടം, എനിക്കതാ ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറച്ച് കുടിച്ചോളൂ. ശില്പയ്ക്കൊക്കെ ഇഷ്ടമായിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ കുഞ്ഞുവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കുഞ്ഞുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് എല്ലാവരും കൂടിയിട്ട്, വീട്ടിലെല്ലാവരും കൂടിയിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പാടത്തേക്ക്, നമ്മൾ അന്ന് ഞാറ് നട്ട സമയത്ത് വന്നതായിരുന്നു കേട്ടോ പാടത്തേക്ക്. ഇപ്പോൾ അത് നെല്ലായി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതൊരു 5 മണി 5:15 5:30 സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പാടം കാണാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ നെല്ലൊക്കെ ആയി നിൽക്കുന്നത് കാണാനേ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ പ്രത്യേകിച്ച് ഭംഗിയുണ്ട് കേട്ടോ, വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, കുട്ടിപ്പട്ടാളങ്ങൾ മൊത്തം ഉണ്ട്. ശില്പുണ്ട്, അനീഷുണ്ട്, ഞാനും ഉണ്ട്, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഫോണിലാണെങ്കിൽ ചാർജ് ഇത്തിരി കുറവാണ്, കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഞാൻ വിചാരിച്ചു സ്വിച്ച് ഓഫ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ വരുമ്പത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് അങ്ങനെ പോവാട്ടോ. എന്താ വെച്ചാൽ നല്ല പുല്ലൊക്കെ ഉണ്ട്, പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നനവുള്ള സ്ഥലമല്ലേ, പാമ്പുകൾ ഉള്ള സമയമാണ് വൃശ്ചിക മാസത്തിൽ. ശരിക്കും പാമ്പൊക്കെ ഉണ്ടാവും എന്ന് പറയുക. അത് കാരണം പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നടക്കുമ്പോൾ. എന്നാലും അങ്ങനെ പോയി വരുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങണില്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരമ്പത്ത് കൂടെ ഇങ്ങനെ നടക്കട്ടാ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നടത്തം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരാതികളും പരിഭവങ്ങളൊക്കെ അവിടെ ശില്പ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അതതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ തുമ്പപ്പൂവൊന്നും ഇപ്പം അങ്ങനെ കാണാറില്ല അല്ലേ, നമ്മുടെ അവിടെ നിന്ന് തുമ്പപ്പൂവ് അങ്ങനെ കാണാറില്ല. കണ്ടായി തുമ്പ, നിങ്ങളുടെ അവിടത്തെ ഇതിന് എന്താ പറയാന്നറിയില്ല, നമ്മുടെ ഇവിടത്തെ ഇതിന് തുമ്പപ്പൂവ് എന്നൊക്കെ പറയാം. ഇത് പ്രസവിച്ചെടുക്കുമ്പോൾ കഞ്ഞി വെച്ചിട്ട് കുടിക്കും. ഇതുകൊണ്ട് ഞാനൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ, ഉമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഉമ്മ പുല്ലരിയാൻ പോകുമ്പോഴാണ് ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് തുമ്പ കൊണ്ടുവരിക, എന്നിട്ട് അത് അരച്ചിട്ടൊക്കെ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. കണ്ട നെല്ലൊക്കെ
ഒരു വിധമൊക്കെ പാകമായി തുടങ്ങി. ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല, എന്നാലും കതിരൊക്കെ എല്ലാം വന്നു കേട്ടോ. അപ്പോൾ ഇഷമോൾ അന്ന് അവിടെ വീണു, അപ്പുറത്തേക്ക് ചാടി കിടക്കുമ്പോൾ ഇഷമോൾ വീണു കേട്ടോ. ഇഷമോൾ ഒന്നും കൂടി വീഴോ വീഡിയോ എടുക്കാൻ? അതാരുടെ ഇഷമോളെ ഒന്നും കൂടി വീഡിയോ എടുക്കാൻ മതി. ചിരിച്ചിട്ടായിരിക്കണേ. ആരെങ്കിലും വീഡിയോ കഴിഞ്ഞാൽ ചിരിക്കോ? വീണത് ഞാൻ ചുറ്റോറും വീഡിയോ എടുത്തോണ്ട് നടക്കുമ്പോഴാണ് ഇവിടെ അതിന്റെ ഇടയിൽ വീണത്. ഞാൻ കണ്ടില്ല കേട്ടോ വീണത്. എടുക്കാനാണ് ഒന്നും കൂടി വീഡിയോ പറഞ്ഞപ്പോ മൂപ്പത്തിയേര് ഓടി വന്നിട്ട് ആ വെള്ളത്തിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട്. പക്ഷെ ചിരിച്ചിട്ടേ ഇരുന്നിരുന്നത്. അങ്ങനെ പാടത്ത് കൂടെ ഇങ്ങനെ റോട്ടിക്ക് കയറി കഴിഞ്ഞ് ഇങ്ങനെ ഒരു കുഴൽ കിണറുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഴൽ കിണറുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കയ്യും കാലൊക്കെ കഴുകി വൃത്തിയായിട്ട് ഇഷമോള് പിന്നെ ഇനി വീട്ടിൽ പോയി കുളിക്കണം. ആ ലെവലായിരിക്കണു. ആകെ അരയ്ക്കുന്ന കീപ്പിട്ട് ആകെ നനഞ്ഞിരിക്കണു. അതിൽ വീണിട്ട് കഴ ഉണ്ടായിരുന്നു, അതില വീണതോളും. അപ്പോൾ അവളോട് പറഞ്ഞതാ, കുഞ്ഞ് പറഞ്ഞതാ അങ്ങോട്ട് എടുത്ത് കടത്തി തരാമെന്ന്. അപ്പോൾ വേണ്ട, എനിക്ക് തന്നെ കിടക്കറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കടന്നു വശം കാല് തെന്നി വീണു. അപ്പോൾ പിന്നെ എല്ലാവരും ഇനി കയ്യും കാലൊക്കെ കഴുകി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.